കുടംപുളി ഇട്ട ഒരു അയലക്കറി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. നമുക്ക് അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ അയല നല്ലതുപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഇത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതിന് വേണ്ടി 5-6 ചുള ഞാൻ ഈ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് കുടംപുളി ചൂടുവെള്ളത്തിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് പുളി ഇറങ്ങി കിട്ടും. അയല ആയതുകൊണ്ട് നമ്മൾക്ക് നല്ല പുളിയും വേണം. പിന്നെ ചെറിയ സ്പൂണും മഞ്ഞൾപ്പൊടി എടുക്കാം. ഒരു 2 വലിയ സ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമുക്ക് ചെറിയ സ്പൂൺ ഉലുവ വേണം, ചെറിയ സ്പൂൺ കടുക് വേണം, 2 തണ്ട് നമുക്ക് കരിയാപ്പില ഇടാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഈ മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ പാൻ ചൂടാക്കി 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയ സ്പൂണ് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് പൊട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി മസാല ഇടാൻ. ഒത്തിരി ഫുൾ സ്പീഡിൽ തീയിൽ വെക്കല്ലേ, നമ്മുടെ ഉള്ളുകായും കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഉലുവ എല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സ്ലോ ആക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുകൊണ്ട് വഴന്നിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കുവാണ്. ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 വലിയ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപൊടി ഈ വെള്ളത്തോട് കൂടി ഒഴിക്കാം. ഇനി നമ്മളിത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് മീൻ കഷ്ണം ഇടാം. ഈ സമയത്ത് നമുക്ക് കൂട്ടത്തിൽ 2 തണ്ട് കരിയാപ്പിലയും കൂടി ഇടാം. അയലയാകുമ്പോൾ നല്ല കരിയാപ്പിലയുടെ ഒക്കെ മണം വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് വരും. നമുക്ക് ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മീനിടാം. നമ്മളത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മീൻ കഷ്ണം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ വേവിക്കാൻ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോയിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും നമ്മുടെ അയല നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതൊന്ന് നമുക്ക് ഒരു ലിഡ് വെച്ച് നമുക്ക് നല്ലതുപോലെ അടച്ചു വെക്കാം. ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഒഴിക്കുവാണ്. ഇത് മീൻ നല്ലതുപോലെ വെള്ളവും വേണം. അതുകൊണ്ട് ഞാൻ ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കൂടിപ്പോയിരുന്നാൽ മതി. നമ്മൾ പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ ഉപ്പ് ചേർക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊരു ലിഡ് വെച്ച് ഒരു 10 മിനിറ്റ് സ്ലോയിൽ വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ ഒന്ന് നോക്കാം. ഒന്നുണ്ടോ, നമ്മുടെ മീൻ നല്ല പാകമാണ്. നമുക്ക് കറി ഇങ്ങനെ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ എണ്ണ തെളിഞ്ഞ് വരും കറിയുടെ മേളിൽ. അപ്പം നമുക്കിത് മാറ്റാവുന്നതാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് പാത്രം എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇട്ട് ഇളക്കരുത്, അന്നേരം മീനെല്ലാം പൊടിഞ്ഞു പോകും. നമുക്കിതിനി ഒരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റാം. നമ്മുടെ കുടംപുളി ഇട്ട അയലക്കറി റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ കപ്പയ്ക്ക് കൂട്ടാനൊക്കെ നല്ല ഒരു രുചി കിട്ടും. എല്ലാവരും ചോറിന് കൂട്ടാനാണെങ്കിലും വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.